സിനഡി പറഞ്ഞ് 238 എന്നാണ്. പക്ഷെ നമ്മൾ ഒരിക്കൽ DRM സംസാരിച്ചപ്പോൾ സിനഡി DRM മുമ്പിൽ പറഞ്ഞത് 300 ചാർജ് ഷീറ്റ് എന്നാണ്. അത് 238 നമുക്ക് ഇഷ്യൂ ചെയ്തു. പിന്നെ അവിടെ തയ്യാറാക്കി ഇഷ്യൂ ചെയ്യാതിരുന്ന കുറച്ച് ചാർജ് ഷീറ്റും കൂടെ ചേർത്തിട്ടാണ് 300 പറയുന്നത്. പക്ഷെ ഇപ്പോൾ അത് ഇഷ്യൂ ചെയ്യാത്തതിന് കണക്കിലെടുക്കാതെ 238 എന്നാണ് സിനഡി പറയുന്നത്. 238 ചാർജ് ഷീറ്റുകളും ഡിസ്പോസ് ചെയ്യും എന്നാണ് DRM നമുക്ക് തന്നത്. അത് വെച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് തന്നെ അപകടമാണ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അതിനെ സ്വാഗതം ചെയ്തു. അത് ഡിസ്പോസ് ചെയ്യാം, അത് സെൻഷുവർ വാർണിംഗ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റി അത് ഡിസ്പോസ് ചെയ്ത് തരാമെന്ന് DRM നമുക്കൊരു ഉറപ്പ് തന്നു. അപ്പോൾ നമ്മളതിനെ ആ തീരുമാനത്തെ നമ്മൾ സ്വാഗതം ചെയ്തു. അതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ദിവസം തന്നെ സിനഡിയായിട്ട് സംസാരിച്ചു. സിനഡി പറഞ്ഞു DRM ചെയ്താൽ എനിക്ക് എന്താ പറഞ്ഞാൽ ഞാൻ ചെയ്യാം, എനിക്ക് തടസ്സമൊന്നുമില്ല, ഞാനത് എടുത്തു വെച്ചിട്ട് DRM എങ്ങനെ പറയുന്നത് അതുപോലെ ചെയ്യാം എന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ചെന്ന് സിനഡിയോട് അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ സിനഡി പറഞ്ഞില്ല, നിങ്ങൾക്ക് പെനാൽറ്റി തരും, സെൻഷർഡ് വാണിംഗ് ഒന്നും ആയിരിക്കില്ല, പെനാൽറ്റി തരും, അങ്ങനെയാണ് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞല്ല സാർ, DRM പറഞ്ഞത് അങ്ങനെയല്ല, അത് ഇങ്ങനെ ആക്കി തരാമെന്ന് പറഞ്ഞത്. ഇല്ലില്ല, പെനാൽറ്റി ആയിരിക്കും, പക്ഷേ നിങ്ങളെ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ പ്രൊമോഷൻ ബാധിക്കുന്ന രീതിയിലോ ആയിരിക്കില്ല എന്നൊരു ഇതും കൂടെ സിനഡി ചേർത്ത് വെച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ സാർ എന്താ ഉദ്ദേശിക്കുന്നത്, പാസ്കട്ടാണോ എന്ന് ചോദിച്ചു. അതെന്താ സംശയം എന്ന് സിനഡി മറുപടിയും പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു പാസ്കട്ടാണ്, തീരണമെങ്കിൽ തീരട്ടെ എന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആശ്വസിച്ചു. പക്ഷെ ഈ പെനാൽറ്റി ഈ അപ്പീല് DRM ഡിസ്പോസ് ചെയ്തപ്പോൾ നമുക്ക് വീണ്ടും ആശങ്കയായി. ഇതുപോലെയാണ് 238 പേർക്ക് ഇത് ഡിസ്പോസ് ചെയ്യണമെങ്കിൽ പിന്നെ ഇവിടെ ഈ ഡിവിഷനിൽ ആർക്ക് 3 കൊല്ലത്തേക്ക് പാസ് കൊടുക്കേണ്ട അവസ്ഥ വരുന്നത്, ആ ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ വീണ്ടും നമ്മൾ സിനഡിയോട് സംസാരിച്ചു. സിനഡിയുടെ ഇത് തന്നെ പറഞ്ഞത് DRM ചെയ്ത പോലെ കണ്ടീഷനില്ലാത്ത പരിപാടി ചെയ്യരുത് സാർ. ഇല്ല, അതൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ പെനാൽറ്റി ഉണ്ടാവും എന്ന് പുള്ളി പറയുന്നുണ്ട്. എന്താ ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നില്ല, എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് ഡിസ്പോസ് ചെയ്യപ്പെടും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള. പിന്നീട് ഉള്ള 2 ട്രാൻസ്ഫറുകൾ എൻ്റെയും RSNL ട്രാൻസ്ഫർ ആയിരുന്നു. RSNL വിഷയം താൽക്കാലികമായി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഡിവിഷണൽ ഓഫീസിലേക്ക്, കൺട്രോൾ ഓഫീസിലേക്ക് പോസ്റ്റ് ചെയ്തതോടെ നമ്മുടെ തിരിച്ചു കൊണ്ടുപോക്ക് എന്നുള്ള ഒരു ഇത് പരിഹരിച്ചില്ല എന്നുള്ളതിനുപരി ട്രിവാൻഡ്രത്തേക്ക് ട്രാൻസ്ഫർ RSNL ട്രാൻസ്ഫർ കിട്ടി. ഇനി അതിൽ ബാക്കി നിൽക്കുന്നത് എൻ്റെ ട്രാൻസ്ഫറാണ്. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് നമ്മൾ അധികവട്ടം ശരിക്കും പറഞ്ഞാൽ സംസാരിച്ചിട്ടില്ല, ഈ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടില്ല. കാര്യം ഒരു IDT ട്രാൻസ്ഫറിൻ്റെ കേസ് നിലനിൽക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും അതിൽ ഓതിക്കൊണ്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ സൂചിപ്പിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു 6 മാസം കഴിഞ്ഞിട്ട് 6 മാസം വെയിറ്റ് ചെയ്യുന്നതാണ്. അതനുസരിച്ചിട്ട് ശരിക്കും ജനുവരിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇത് പ്രതീക്ഷിച്ചു. അപ്പോൾ സ്വതവേ കൗശലബുദ്ധിക്കാരനായ DRM നമ്മൾ സൗമ്യമായി സംസാരിക്കുമെങ്കിലും ചിരിച്ചുകൊണ്ട് സംസാരിക്കുമെങ്കിലും കുറച്ച് കൗശലബുദ്ധിക്കാരനാണ് അദ്ദേഹം. അത് ജനുവരിയിലെ ലിങ്ക് ഇംപ്ലിമെന്റേഷനുമായി ഒന്ന് കണക്ട് ചെയ്തു. ഫസ്റ്റ് ലെറ്റ് ദി ലിങ്ക് ഇംപ്ലിമെന്റഡ്, ദെൻ ഐ വിൽ കൺസിഡർ യുവർ കേസ് എന്നാണ് പിന്നീട് അദ്ദേഹത്തെ അതിനെ മാറ്റി പറഞ്ഞത്. പിന്നീട് നമ്മൾ ഇതുവരെ ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ആ കാര്യം സംസാരിച്ചിട്ടില്ല. കാരണം ലിങ്ക് ഇംപ്ലിമെന്റ് ചെയ്തു, ലിങ്ക് ഇംപ്ലിമെന്റുമായി ചെയ്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ ഇനിയും പരിഹരിക്കപ്പെട്ടിട്ടില്ല, അതുമായിട്ട് അനോമലികൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ നടത്താൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം ഈ വിഷയവും കൺസിഡർ ചെയ്യാം. എന്നാലും നമ്മൾ അതിനെപ്പറ്റി കാര്യമായ ചോദ്യങ്ങളോ പറച്ചിലുകളൊന്നും നടത്തിയിട്ടില്ല. ലിങ്ക് വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു നിരാഹാര സമരം നടത്തി. നിരാഹാര സമരത്തിൻ്റെ അത് ഇടിചെടിയെന്നുള്ള ഒരു തീരുമാനമായിരുന്നു, അല്ലാതെ നമുക്ക് വേറെ വഴിയില്ലായിരുന്നു. നമ്മൾ 8-ാം തീയതി മീറ്റിംഗ് കൂടി 9-ാം തീയതി നമ്മൾ നിരാഹാരം ആരംഭിച്ചു. തയ്യാറെടുപ്പുകളുടെ ചെറിയ പോരായ്മകളെല്ലാം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും വളരെ വിജയകരമായി തന്നെ നമ്മൾ നല്ല പങ്കാളിത്തത്തോടെ ആ നിരാഹാര സമരം അവിടെ നടത്തി. ലിങ്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നടത്തി. ആദ്യത്തെ ദിവസം ചർച്ചകൾ വിജയിച്ചില്ല. 2-ാമത്തെ ദിവസം നടത്തിയ ചർച്ചകളിൽ അദ്ദേഹം ആ ഒരു ചെറിയ നീക്കുപോക്കിന് അദ്ദേഹം തയ്യാറായി. അതുമായിട്ട് ബന്ധപ്പെട്ട് DRU ആയിട്ട് ഔദ്യോഗികമായി SRMU DRUമായി ഔദ്യോഗികമായി ചർച്ചകളിൽ നമ്മൾ പങ്കെടുത്തു. ഈ 175 പേരുടെ ലിങ്ക് എന്നുള്ളത് തന്നെ 182 ആക്കാനായിട്ട് നമ്മൾ ആ ചർച്ചകളിൽ കൂടി നമുക്ക് സാധിച്ചു എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അതിനുശേഷം നിലവിലുണ്ടായിരുന്ന 189 182 കുറച്ച് 7 പേര് കുറച്ച് പ്രതിഷേധിച്ചു.
എറണാകുളത്തെ ഏകപക്ഷീയമായ എണ്ണം കുറച്ചതിനെ പ്രതിഷേധിച്ചുമാണ് നമ്മൾ പ്രധാനമായും സമരം അവിടെ നടത്തിയത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള തുടർ ചർച്ചകളിൽ 2ാം ദിവസം നടത്തിയ ചർച്ചകളിൽ അദ്ദേഹം അത് ശരിക്കൊരു ഏറെ സമയം നീണ്ട 1 മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്കൊടുവിൽ 183 പേരുടെ ലിങ്ക്, അതായത് ഒരാളെ കൂട്ടിക്കൊണ്ടൊരു ലിങ്കും 8 വണ്ടികൾ എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കുറച്ച് വണ്ടികളുടെ എണ്ണം പരിഹരിക്കാം എന്നുള്ളതും എൻ്റെ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലുമാണ് നമ്മൾ ആ സമരം നിർത്തി അവസാനിപ്പിച്ചത്. പക്ഷെ ഇന്ന് 1 മാസത്തിലേറെയായിട്ടും ആ വാക്ക് പാലിക്കാനായിട്ട് അവർ തയ്യാറായിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും DRM കാണുന്നുണ്ട്, DRM-ആയിട്ട് സംസാരിക്കുന്നുണ്ട്, ഉറപ്പുകൾ പാലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പല രീതിയിൽ സംസാരിക്കുമ്പോഴെല്ലാം അവർ പല രീതിയിലുള്ള ഒഴിഞ്ഞുമാറ്റമാണ് ചെയ്യുന്നത്. അവർ പറയുന്നത് ഇപ്പോൾ അത് ഈ കൂട്ടിത്തരാമെന്നുള്ള അഷുറൻസ് SRMക്കാരെ കൂടി ബോധിപ്പിക്കണം, അല്ലെങ്കിൽ അവരുടെ കൂടി അംഗീകാരം അത് മേടിക്കണം. അപ്പം അവർ അംഗീകരിക്കാത്ത സ്ഥിതിക്ക് അത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഒരു ഊടായ്പ ന്യായം ആണ് അവർ പറയുന്നത്. ശരിക്കും അപ്പം നമ്മൾ ചോദിച്ചത് ഈ ലിങ്ക് ഇംപ്ലിമെന്റ് ചെയ്തത്, ലിങ്ക് 2 പ്രാവശ്യം നടത്തിയ അംഗീകാര യൂണിയൻകാരുമായിട്ട് നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് 182 ആക്കാൻ സാധിച്ചപ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഇതിനകത്ത് രേഖപ്പെടുത്തിയത്. അതായത് അവരുടെ പ്രതിഷേധത്തോടെ ലിങ്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ അവർ സമ്മതിക്കില്ല എന്ന് 2 കൂട്ടരും എഴുതി കൊടുത്ത സാഹചര്യത്തിലാണ് ഈ ലിങ്ക് ഏകപക്ഷീയമായി ഇംപ്ലിമെന്റ് ചെയ്തത്. 10-ാം തീയതി ഈ SRMക്കാരുടെയും DRMക്കാരുടെയും അംഗീകാരമില്ലാതെ, അനുമതിയില്ലാതെ തന്നെയാണ് ലിങ്ക് ഇംപ്ലിമെന്റ് ചെയ്തത്. അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്തത് SRMക്കാരൻ പുസ്തകം അടച്ച് പോയി. അവരതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു. കാര്യം അവർ ഇത്രയും കാലം എന്താ പറയുക, ഏകപക്ഷീയമായ നാടുവാണിരുന്ന സ്ഥലത്ത് അവർ വിചാരിച്ചിട്ട് ഒന്നും നടക്കുന്നില്ല. ഇതിന്റെ എല്ലാം ഇത്രയും കാലം അവർ പറയുന്ന പുറത്തു വന്ന് അകത്ത് നടക്കുന്നത് എന്താണെന്ന് അറിയാതെ പുറത്ത് വേറെ വന്ന് കയറുന്ന കാര്യം മാത്രമേ നമ്മൾ അറിയൂ. ഇപ്പോൾ നമുക്ക് അകത്ത് നടക്കുന്ന എന്താണെന്ന് നമുക്ക് നേരിട്ട് അറിയാം, കാരണം നമ്മൾ കൂടി അതിനകത്ത് സന്നിഹിതരാണ്. അപ്പോൾ അവർക്ക് മറ്റൊന്നും അതിനകത്ത് പറയാൻ സാധിക്കാത്ത അവസരത്തിൽ അവർ ഇനി ഇതിൽ കൂടുതലൊന്നും നടക്കില്ല എന്ന് DRM ഡിവിഷൻ സെക്രട്ടറിയുടെ ചെവിയിൽ സ്വകാര്യം പറഞ്ഞുകൊണ്ട് ആ മീറ്റിംഗ് അവസാനിപ്പിച്ച് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവര് അവസാനിപ്പിച്ചിടത്തു നിന്നാണ് നമ്മൾ അവിടെ നിരാഹാര സമരത്തിൽ നമ്മൾ തുടങ്ങിയത്. നമ്മൾ തുടങ്ങിയതിന്റെ ആ ധാരണകൾ, നമ്മളുമായിട്ടുള്ള ധാരണയാണ് DRM. അപ്പൊ നമ്മൾ DRMനോട് നമ്മൾ പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ. SRMക്കാരുടെ എതിർപ്പോട് കൂടി സാർ ആ ലിങ്ക് നടപ്പിലാക്കി, അല്ലെങ്കിൽ DRMക്കാരുടെ 2 പേരുടെയും എതിർപ്പോട് കൂടിയിട്ടാണ് സാർ ആ ലിങ്ക് നടപ്പിലാക്കി. അപ്പൊ സാറിന് അതിനുള്ള അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് തന്നെ സാറ് തന്ന ഉറപ്പുകൾ പാലിക്കണം എന്ന് നമ്മൾ അദ്ദേഹത്തോട് പറയുമ്പോൾ, ഇല്ലല്ല, അത് അവരിപ്പോൾ ലിങ്ക് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 183 ലിങ്ക് അവർ പ്രിപ്പയർ ചെയ്യും. അവർ പ്രിപ്പയർ ചെയ്യുന്ന ലിങ്ക് കൂടി പരിഗണിച്ചതിന് ശേഷം ഇംപ്ലിമെന്റ് ചെയ്യാം എന്ന് പറഞ്ഞ് നേടി കൊണ്ടുപോകും. SRMക്കാരാകട്ടെ ആ കിട്ടിയ ആനുകൂല്യം മുതലെടുത്ത് ഞങ്ങൾ ലിങ്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇതിനെ നീട്ടിക്കൊണ്ട് ഇതുവരെ 1 മാസം കഴിഞ്ഞിട്ടും അവർ ലിങ്ക് സബ്മിറ്റ് ചെയ്തതായിട്ട് നമുക്ക് അറിവില്ല. അവർ ലിങ്ക് സബ്മിറ്റ് ചെയ്ത് നമ്മൾ ഈ 183 മെന്നാക്കി മോഡിഫൈ ചെയ്ത ലിങ്കുമായി ബന്ധപ്പെടുത്തി ആ ലിങ്കിന്റെ സോഫ്റ്റ് കോപ്പി അവർ അടിച്ചു മാറ്റിയിട്ടാണ് അതുമായിട്ട് അവർ കൊണ്ടു നടക്കുന്നത്. അവർ ഇതുവരെ ലിങ്ക് സബ്മിറ്റ് ചെയ്തിട്ടില്ല. കാരണം അവരുടെ ആവശ്യം ഇത് നീട്ടിക്കൊണ്ടു പോകാറ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആള് കൂട്ടിയതിനെ അവർ അംഗീകരിക്കും, അതിന് അവർക്ക് തടസ്സമൊന്നുമില്ല. ഒരാളെ കൂടിയിട്ട് ചെയ്യണം. പക്ഷേ തിരുവനന്തപുരത്ത് നിന്നുള്ള വണ്ടികൾ അല്ലെങ്കിൽ കൊല്ലത്തുള്ള വണ്ടികൾ എറണാകുളത്തേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ അവർക്ക് സമ്മതമല്ല. എന്തുകൊണ്ട് സമ്മതമല്ലെന്ന് ചോദിച്ചാൽ അവർക്ക് അവരുടെ അംഗങ്ങളെ പോലും ബോധ്യപ്പെടുത്താൻ കഴിയാത്ത വിധം അവര് ഉത്തരം മുട്ടിയിരിക്കുക. എന്തുകൊണ്ട്? ഇപ്പൊ തിരുവനന്തപുരത്ത് നമുക്കറിയാം, തിരുവനന്തപുരത്ത് ലിങ്ക് 46 മെന്നാക്കിയപ്പോൾ അവിടെയുള്ള LPG കൊണ്ട് ആ ലിങ്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അവിടെയുള്ളവർക്ക് ലീവ് കിട്ടുന്നില്ല. അവിടെയുള്ള 3 പേരുടെ ലിങ്ക് ഇപ്പോൾ താൽക്കാലികമായി ഓപ്പറേറ്റ് ചെയ്യുന്ന എറണാകുളത്താണ്. ഇപ്പോഴും ഈ 1 മാസം കഴിഞ്ഞിട്ടും ആ ലിങ്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന എറണാകുളത്താണ്. കാരണം ഗുരുവായൂർക്ക് എല്ലാവരും കൊടുക്കാൻ അവിടെ ആളില്ല, ആളെ സ്പെയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും അവർ ആ വണ്ടി ട്രാൻസ്ഫർ ചെയ്ത് തരാനായിട്ട് അവർ തയ്യാറാകുന്നില്ല. അത് അവരുടെ ഒരു കടുംപിടുത്തമാണ്. അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൂടി അജണ്ടയാണ് ഈ നടപ്പിലാക്കിയത്. എറണാകുളത്ത് സ്ട്രെങ്ത് കുറയ്ക്കുക എന്നുള്ളത് അവരുടെ കൂടി അജണ്ടയാണ്. അപ്പോൾ അവർക്കും താല്പര്യമില്ല. ഈ എറണാകുളത്തേക്ക് തിരിച്ച് വണ്ടി കൊണ്ടുപോകുന്ന കാര്യത്തെപ്പറ്റി അവർക്കും താല്പര്യമില്ല. ഇങ്ങനെ തട്ടിത്തടഞ്ഞാണ് ഈ വിഷയം, ലിങ്കിന്റെ ആ അഷുറൻസുകൾ പാലിക്കപ്പെടുന്ന വിഷയം തട്ടിത്തടഞ്ഞ് നിൽക്കുന്നത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ DRM പറഞ്ഞത് ഈ അഷുറൻസിനെ 2 സ്റ്റെപ്പാക്കി മാറ്റാം. ഒന്ന്, ഒരു
ഇൻക്രീസ് ചെയ്ത് 183 മെൻ ആക്കിയതും. രണ്ടാമത്തെ സ്റ്റെപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്ന വിഷയം. ഇത് രണ്ട് സ്റ്റേജ് ആയിട്ട് നടപ്പിലാക്കാം എന്നാണ് DRM പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ DRM പറഞ്ഞത് ഈ 183 മെന്നിന് 16-ാം തീയതി, ജനുവരി 16-ാം തീയതി പൊങ്കൽ കഴിയുന്ന അടുത്ത ദിവസവും ഈ 8 വണ്ടി ട്രാൻസ്ഫർ ചെയ്യുന്ന ഇത് 1 മാസത്തിനുള്ളിലും എന്നാണ് അന്ന് പറഞ്ഞത്. സാർ അന്ന് അങ്ങനെയാണ് പറഞ്ഞത്. ഇതുവരെ ആ 183 മെൻ പോലും നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോൾ 1 മാസം കഴിഞ്ഞെന്നല്ലെങ്കിൽ ഇനി ഇതിനെ 2 സ്റ്റെപ്പ് ആക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇനി നമ്മൾ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത പരിപാടിയിലേക്ക് കടക്കും എന്നാണ് കഴിഞ്ഞ ദിവസം കണ്ട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു നോട്ടീസും സംബന്ധിച്ച് കൊടുത്തു. 20-ാം തീയതി നമ്മുടെ അംഗർപാസ്റ്റ് നമ്മൾ CWSയുടെ ആഹ്വാന പ്രകാരമുള്ള അംഗർപാസ്റ്റാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും അത് DRM ഓഫീസിന് മുമ്പിൽ ഈ ആവശ്യമോ കൂടി ചേർത്ത് ഈ ബിട്രയൽ ഓഫ് അഷൻസ് ആ ഒരു ആവശ്യം കൂടെ ചേർത്ത് 20-ാം തീയതി നമ്മൾക്ക് DRM ഓഫീസിന് മുമ്പിൽ നമ്മൾ നിരാഹാരം ആരംഭിക്കുമെന്ന് പറഞ്ഞ് ഇന്നലെ നമ്മൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട്. അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടത്. കാരണം നമ്മളിത് വീണ്ടും ഒരു സമരത്തിലേക്ക് പോകാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതുണ്ടാവില്ല. ഇന്നലെ ഡിവിഷൻ സെക്രട്ടറി ബ്രാഞ്ച് പ്രസിഡന്റ് സതീഷും എല്ലാം കൂടി CNDയെ കണ്ടപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വിവരം ഏപ്രിൽ റെയിൽവേ ബോർഡിൽ നിന്നൊരു ലിങ്ക് വരുന്നുണ്ട്. ഏപ്രിൽ 1-ാം തീയതി മുതൽ പുതിയ ഇതെല്ലാം എന്താ പറയുക മാച്ച് കളഞ്ഞിട്ട് പുതിയൊരു ലിങ്ക് അവർ വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ലിങ്ക് വരുമ്പോൾ അതിൽ മോഡിഫൈ ചെയ്യാം. തൽക്കാലം ഇത് ഇങ്ങനെ പോട്ടെ എന്ന് CND പറഞ്ഞാൽ പറയും. നമുക്കതിന് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം 2 ദിവസം പട്ടിണി കിടന്ന് നേടിയെടുത്ത എന്താ പറയുക നാമമാത്രമായ ആ ആനുകൂല്യമെങ്കിലും നടപ്പിലാക്കാൻ നമുക്ക് നമ്മുടെ സംഘടനാ ശക്തി കൊണ്ട് തന്നെ കഴിയും എന്ന് തന്നെയാണ് വിശ്വാസം. അതിൽ നമ്മളപ്പോൾ 20-ാം തീയതിയിലുള്ള പരിപാടികളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതാണ് ലിങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള അജിറ്റേഷനായിട്ട് പറയാനുള്ളത്. മറ്റൊന്ന് പറയാനുള്ളത് ഈ സമീപ ദിവസങ്ങളിലുണ്ടായ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഉണ്ടായ ചില സംഭവവികാസങ്ങളെ പറ്റി റഫറൻഡുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു സംഘടനാ ആഹ്വാനത്തെ ഇതിനെതിരെ പ്രവർത്തിച്ചതിന് നമ്മുടെ അംഗത്തിനെതിരെ നടപടിയെടുത്തു. ER ജയരാജിനെതിരെ നടപടിയെടുത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ വിവാദങ്ങളും വിഷയങ്ങളും എല്ലാം ഉണ്ടായി. അതിനെപ്പറ്റി നമുക്ക് ശരിക്കും ഒരു വിശദീകരണം നടത്താൻ കഴിഞ്ഞില്ല. പലർക്കും അതിനകത്ത് പല ആശയക്കുഴപ്പങ്ങളും ഉണ്ട്. പല രീതിയിൽ പലരും അതിനെ അംഗങ്ങളിലേക്ക് ആശയക്കുഴപ്പം വ്യാപിപ്പിക്കാനായിട്ട് ചില ബുദ്ധികൾ ശ്രമിക്കും, മനഃപൂർവ്വമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ശരിക്കും ആ വിഷയത്തിന് പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതിനെപ്പറ്റി ഒരു വിശദീകരണം കൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. റഫറൻഡുമായി ബന്ധപ്പെട്ട് CITUവിനെ DRU CITU സംഘടനയായ DRUവിനെ പിന്തുണയ്ക്കണം എന്നുള്ളത് നമ്മുടെ സോണൽ കമ്മിറ്റിയുടെ പാലക്കാട് ചേർന്ന സോണൽ കമ്മിറ്റിയുടെ തീരുമാനമായി. അതിൽ ശരിക്കും ഏകകണ്ഠമായിട്ടാണ് ആ തീരുമാനം അവിടെ നടപ്പിലാക്കിയത്. ഒരാൾ പോലും അതിനൊരു എതിരഭിപ്രായം പോലും പറഞ്ഞില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം DRU CITUവിൻ്റെ സംഘടനയാണെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിലവിൽ ഉള്ള സാഹചര്യത്തിൽ മറ്റുള്ള സംഘടനകളെ പിന്തുണയ്ക്കാനുള്ള സാഹചര്യമില്ല. അതവിടെ സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കുന്ന ഏവർക്കും മനസ്സിലാവും. ഇവിടെ നമുക്ക് SRMനെ പിന്തുണയ്ക്കാൻ കഴിയും, SRSനെ പിന്തുണയ്ക്കാൻ കഴിയും, അല്ലെങ്കിൽ വിജയസാധ്യതയില്ലാത്ത DRKSനെ പിന്തുണയ്ക്കാൻ കഴിയും. ഇതൊന്നും സാധ്യതയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം SRMനൊരു ബദൽ ശക്തി, ആ ബദൽ ശക്തി ഉണ്ടാക്കണം എന്നുള്ള ആലോചനയിലും തീരുമാനത്തിലുമാണ് നമ്മളൊരു തീരുമാനം ഉണ്ടായത്. അതേസമയം നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്നത്, ഈ തീരുമാനമെടുക്കാനുള്ള അധികാരം അല്ലെങ്കിൽ അതിൻ്റെ ഇത് അതാത് സോണൽ കമ്മിറ്റിക്ക് ആണ് സെൻട്രൽ കമ്മിറ്റി കൊടുത്തത്. കാരണം ഓരോ സോണിലും വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാനായിട്ട് ഓരോ സോണൽ കമ്മിറ്റിക്കും അധികാരം കൊടുക്കുകയും ചെയ്തത്. മറ്റുള്ള സോണുകളിൽ നമ്മൾ DRKSനെ പിന്തുണച്ച സോണുകളുണ്ട്, SRSനെ അതായത് NFIRനെ പിന്തുണച്ച സോണുകളുണ്ട്, ARFനെ പിന്തുണച്ച സോണുകളുണ്ട്. അവിടെയൊക്കെ സാഹചര്യങ്ങൾക്ക് അനുകൂലമായി നമ്മൾ തീരുമാനമെടുക്കാൻ സോണൽ കമ്മിറ്റിയെ ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഏൽപ്പിച്ച സോണൽ കമ്മിറ്റിയാണ് ഈ തീരുമാനമെടുത്തത്. അപ്പോൾ ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്തമാണ് ഒരു ഡിവിഷണൽ കമ്മിറ്റി എന്ന നിലയിലോ അല്ലെങ്കിൽ ബ്രാഞ്ച് കമ്മിറ്റി എന്ന നിലയിലും നമ്മുടെ. അപ്പോൾ ആ തീരുമാനം നടപ്പിലാക്കാനാണ് നമ്മൾ അംഗങ്ങളെ ആഹ്വാനം ചെയ്തത്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ എല്ലാവർക്കും പ്രതീക്ഷിക്കുന്നത്. അതിനെ ചൊല്ലി നമ്മൾ ആ ദിവസങ്ങളിലെല്ലാം വിശദമായ വിശദീകരണം കൊടുക്കുമ്പോഴും എന്തുകൊണ്ട് DRA പിന്തുണയ്ക്കുന്നതിനെ പറ്റിയുള്ള എല്ലാം നമ്മൾ കൊടുക്കുകയുണ്ടായി. എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് തോന്നുന്നത് അങ്ങനെ സാധാരണക്കാരിൽ ഒരു ആശയക്കുഴപ്പമൊന്നുമില്ല.
വ്യത്യസ്തമായ ചിന്താഗതികൾ, അതായത് രാഷ്ട്രീയ ചിന്താഗതികളുള്ളവർക്കാണ് ആശയക്കുഴപ്പമുണ്ടായത്. ഒരു BJP കാരനായ ഞാൻ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ്സുകാരനായ ഞാൻ ഒരു CITU സംഘടനയ്ക്ക് എങ്ങനെ വോട്ട് ചെയ്യും? ഇതാണ് അവിടെ ഒരു ആശയക്കുഴപ്പം. ഇവിടെ ആ രാഷ്ട്രീയം മാറ്റി വെച്ച് നമ്മുടെ സംഘടനയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളും ഇത് പോക്കും സുഗമമാക്കുവാൻ നമുക്ക് ഏതാണോ അനുകൂലമായ ഘടകം അതിനെ മുൻനിർത്തിയാണ് നമ്മൾ DRIനെ പിന്തുണയ്ക്കാൻ പറഞ്ഞത്. അല്ലാതെ CITനുള്ള ആഭിമുഖ്യമല്ല. ഇത് നമ്മൾ പലവട്ടം തരത്തില് പല വേദികളിൽ പറഞ്ഞിട്ടും അത് പലർക്കും മനസ്സിലാകുന്നില്ല. അവിടെയാണ് പ്രശ്നം. ശരി, അതവിടെ ശരിക്കും പറയാൻ പാടില്ലാത്തൊരു കാര്യം. ഇതൊരു രഹസ്യപാലനം. ഒരു ആള് ആർക്ക് വോട്ട് ചെയ്തു എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ ഇതില്ല. സംഘടനയെ സംബന്ധിച്ചിടത്തോളം സംഘടന എടുത്ത തീരുമാനം നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമാണ് സംഘടനയുടെ ഉത്തരവാദിത്വം. അത് അംഗങ്ങളിലേക്ക് ആഹ്വാനം ചെയ്യുക, അവരെ കൊണ്ട് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ നമ്മുടെ സംഘടനാ തീരുമാനത്തിനെതിരെ പ്രവർത്തിക്കുകയും ഈ സംഘടന പറയുന്നതല്ല എനിക്ക് മുഖ്യം, മറ്റൊരു സംഘടന, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടന, അത് DRKS പറയുന്ന ഇതേ ഞാൻ അനുസരിക്കൂ എന്ന് പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം. അതല്ലേ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. അതാണ് നമ്മൾ അവിടെ ഒരു സംഘടനാ വിരുദ്ധ പ്രവർത്തനം എന്ന് നമ്മൾ വിലയിരുത്തി. സംഘടന പറഞ്ഞത് അനുസരിച്ചില്ല എന്ന് ഞാൻ പറഞ്ഞതിന്റെ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അനുസരിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കെ ഞാൻ അത് അനുസരിക്കില്ല എന്ന് മാത്രമല്ല, ഞാൻ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയും കൂടെ ചെയ്യും. എനിക്ക് LRS പറയുന്നതല്ല മുഖ്യം, എനിക്ക് എൻ്റെ സംഘടന, അതായത് എൻ്റെ ഈ DRKS അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഘടകങ്ങൾ അവർ പറയുന്നത് എനിക്കനുസരിച്ചേ പറ്റൂ, അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കൂ എന്ന് പറയുന്ന ഒരു അംഗത്തിനെതിരെയല്ലേ നമ്മൾ നടപടി എടുത്ത്? അല്ലാതെ വോട്ട് ചെയ്യാത്ത ആർക്കെങ്കിലും ഇതിലൂടെ നടപടി എടുത്ത്? അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇവിടെ DRIന് വോട്ട് ചെയ്യാത്തവർ ആരൊക്കെയാണ് നമ്മൾ അന്വേഷിച്ചു, അവർക്ക് എതിരെ ആർക്കെങ്കിലും നമ്മൾ നടപടിയെടുത്തു. പ്രത്യക്ഷത്തിൽ സംഘടനാ തീരുമാനങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറയുകയും ഞാൻ മറ്റൊരു സംഘടനയുടെ തീരുമാനം അനുസരിക്കുകയും ചെയ്യുമെന്ന് പരസ്യമായി പറയുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരാൾക്ക് നടപടിയെടുത്ത് അതിന് സംഘടനാപരമായി എന്ത് തെറ്റാണ് നിങ്ങൾ കാണുന്നത്? എനിക്കത് ഒട്ടും ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് സംഘടനയ്ക്ക് അങ്ങനെ നടപടിയെടുക്കാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ സംഘടനയ്ക്കെതിരെ പ്രവർത്തിക്കും എന്ന് പറയുകയും ഞാൻ അങ്ങനെ പ്രവർത്തിക്കൂ, വേറൊരു സംഘടനയുടെ ആഹ്വാനം അനുസരിച്ച് ചെയ്യൂ എന്ന് പറയുന്ന ഒരാളെ സംഘടനയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. സംഘടനയുടെ ഇതങ്ങനെയാണ്. അപ്പൊ അതനുസരിച്ച് നടപടിയെടുക്കും. പിന്നെ വന്നത് എന്താ പറയാ, റിട്ടയർ ആവുന്നതിന് 3 ദിവസം മുമ്പാണ് നമ്മൾ പുറത്താക്കിയത്. അതെന്തുകൊണ്ട് നേരത്തെ നടപ്പിലാക്കിയില്ല? ഇതാണ് പിന്നെ ഇത് പലർക്കും ഉണ്ടാകുന്ന സംശയമല്ല, പലരിലും ഉണ്ടാക്കുന്ന സംശയം. അതുകൂടെ നമ്മൾ എടുത്ത് പറയുന്നത്, ഡിസംബർ 6-7 തീയതികളിലാണ് ഈ റഫറണ്ടം നടക്കുന്നത്. റഫറണ്ടം നടന്ന ദിവസങ്ങളിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഈ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നത് ഡിസംബർ 6, 7, 8 തീയതി, 5, 6, 7 തീയതികളാണ്. 4, 5, 6 തീയതി. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ ദിവസങ്ങളിൽ തന്നെ നമ്മൾ കാരണം കാണിക്കൽ നോട്ടീസ് അദ്ദേഹത്തിന് കൊടുത്തിരുന്നു. അദ്ദേഹത്തിന് മാത്രമല്ല വേറെ ചില കൂടി കൊടുത്തിരുന്നു. അപ്പൊ അദ്ദേഹം അതിനൊരു മറുപടി ഇപ്പൊ നമ്മൾ DRIന്റെ അംഗീകാരം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. അതിനൊക്കെ മുമ്പേ തന്നെ ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നമ്മൾ കൊടുത്ത് അദ്ദേഹം മറുപടി തരാൻ തയ്യാറായില്ല. അതിന് പകരം അദ്ദേഹം വാക്കാൽ പറഞ്ഞ മറുപടി, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഭാരവാഹികളോട് പറഞ്ഞ മറുപടി, ഞാൻ മറുപടി തരുന്നില്ല, നിങ്ങൾ എന്നെ പുറത്താക്കിക്കോളൂ, എനിക്ക് അതിലൊരു വിരോധമില്ല എന്നാണ് അദ്ദേഹം വാക്കാൽ പറഞ്ഞ മറുപടി. അപ്പോഴും നമ്മൾ പുറത്താക്കിയില്ല. കാരണം നമുക്ക് അതിൻ്റെ ഒരു ചിട്ടവട്ടങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഒരു വാക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പുറത്താക്കാൻ പറ്റൂ. ബ്രാഞ്ച് കമ്മിറ്റി അതിനെപ്പറ്റി ചർച്ച ചെയ്തു, തീരുമാനമെടുത്തു. ബ്രാഞ്ച് കമ്മിറ്റി തീരുമാനമെടുക്കാൻ അധികാരമില്ല എന്നുള്ള സാഹചര്യത്തിൽ ഡിവിഷൻ കമ്മിറ്റിക്ക് ഫോർവേഡ് ചെയ്തു. ഡിവിഷണൽ മീറ്റിംഗിൽ പോലും ചർച്ച ചെയ്യപ്പെട്ടു. ഈ പറഞ്ഞ ജനുവരി 8-ാം തീയതി കൂടിയ, അതായത് 1 മാസത്തിനുള്ളിൽ കൂടിയ ഒരു ഡിവിഷൻ ബ്രാഞ്ച് മീറ്റിംഗ് കൂടി തീരുമാനമെടുത്തു. ഡിവിഷൻ മീറ്റിംഗ് തീരുമാനിച്ചു. തീരുമാനിച്ച ചർച്ച ചെയ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഈ ഇങ്ങനെ ഒരു അനുകൂലമായി പ്രതികൂലമായി ഇത് അഭിപ്രായങ്ങൾ വന്നു. ഇനി അവസാന സമയം റിട്ടയർ ആകാൻ ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കെ ഒരു കടുത്ത നടപടിയുമായിട്ട് മുന്നോട്ട് പോകണ്ട എന്നൊരു അഭിപ്രായങ്ങൾ അവിടെ വന്നു. ആ അഭിപ്രായം കൂടി നമ്മൾ മുഖവിലേക്ക് എടുത്തു. അപ്പോൾ അതൊരു നമ്മൾ ഏകപക്ഷീയമായ ഒരു ഡിവിഷണൽ കമ്മിറ്റി എടുക്കാമായിരുന്ന ഒരു തീരുമാനം.
പുറത്താക്കാമായിരുന്ന ആ കമ്മിറ്റിയിൽ വെച്ച് തന്നെ പുറത്താക്കാമായിരുന്ന ഒരു തീരുമാനത്തെ നമ്മൾ വീണ്ടും ഈ അഭിപ്രായം കൂടി പരിഗണിച്ച് ഒരു തീരുമാനത്തിലേക്ക് പോകണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് നമ്മളൊരു കോർ കമ്മിറ്റി രൂപീകരിച്ച് ആ കോർ കമ്മിറ്റിക്ക് അതിന്റെ വീണ്ടും ഒരു കൂടിയാലോചനയോടുകൂടി നടത്താനായിട്ട് നമ്മൾ ഫോർവേഡ് ചെയ്തു. ആ ആലോചനകളെല്ലാം ആ കമ്മിറ്റിക്ക് നടത്തിയ ആ കോർ കമ്മിറ്റി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബ്രാഞ്ചുകളോടും ഡിവിഷൻ ഭാരവാഹികളോടും എല്ലാം ചർച്ച നടത്തിയെടുക്കാനുണ്ടായ കാലതാമസം ഉണ്ടായുള്ളൂ. അതുമായിട്ട് ബന്ധപ്പെട്ട് ആ തീരുമാനങ്ങൾ എടുക്കാൻ വൈകി എന്നുള്ളത് അത് ഒരു ഇതാണ്. അതിനുള്ള സ്വാഭാവിക കാലതാമസമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീടും രണ്ട് വിഷയങ്ങളൂടെ ഉണ്ടായി. LRSA അംഗം എന്ന നിലയിൽ അദ്ദേഹത്തിന് സ്വീകരണം നൽകാൻ ഇവിടെ ചില പ്രാദേശിക കൂട്ടായ്മകളും അല്ലെങ്കിൽ ചില ഗ്രൂപ്പുകളും തയ്യാറായി. അപ്പോൾ ശരിക്കും ഒരു സംഘടനാ വിരുദ്ധ നിലപാടെടുക്കുകയും സംഘടനയ്ക്കെതിരെ പ്രവർത്തിക്കുകയും ചെയ്ത ഒരാൾക്ക് സാങ്കേതികമായി LRSA മെമ്പർ ആണെന്ന ഒരു കാരണം പറഞ്ഞുകൊണ്ട് മാത്രം ആ നൽകുന്ന സ്വീകരണങ്ങൾ അത് സംഘടനയ്ക്ക് അംഗീകരിക്കാൻ കഴിയും. അപ്പോൾ സംഘടന എടുക്കുന്ന തീരുമാനവും സംഘടനാ വിരുദ്ധ പ്രവർത്തനം ചെയ്ത ആളും അത് നമുക്കതൊരു പ്രശ്നമല്ലേ? സംഘടന നടപടിയെടുക്കാനിരിക്കുന്ന ഒരാൾക്കെതിരെ അല്ലെങ്കിൽ ഒരാൾക്കെതിരെ നടപടിയെടുക്കാനിരിക്കെ ആ ആൾക്ക് LRSA മെമ്പർഷിപ്പ് ഉണ്ട് എന്നുള്ള സാങ്കേതികത്വം മാത്രം പറഞ്ഞുകൊണ്ട് ഒരു സ്വീകരണം നൽകുമ്പോൾ നമുക്കത് സംഘടനയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അതെല്ലാമാണ് ആ തീരുമാനങ്ങളെ എടുക്കാനുണ്ടാക്കിയ സാഹചര്യം. ഈ തീരുമാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതുമായിട്ട് സംസാരിച്ച ജയരാജനുമായിട്ട് സംസാരിച്ചപ്പോൾ ജയരാജൻ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ അല്ലാതെ കഴിയില്ല, എനിക്കറിയാം, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾ എന്നെ പുറത്താക്കിക്കോളൂ എന്ന് പറഞ്ഞിരുന്നല്ലോ, എനിക്ക് അതിനപ്പുറത്തോട്ട് സംഘടന പറയുന്ന തീരുമാനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം തുറന്നു പറയുകയുണ്ടായി. ആ തീരുമാനത്തെ അദ്ദേഹം സ്വാഗതം ചെയ്തു. പക്ഷേ ചില താല്പര്യ കക്ഷികൾക്ക് ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അവർ ആസൂത്രണം ചെയ്ത പരിപാടികൾ അതുപോലെ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഇതുകൊണ്ടായിരിക്കും. അങ്ങനെ ആൾക്കാരിൽ പലരിലും ആശയക്കുഴപ്പം ഉണ്ടാക്കി അതിനെ ഇപ്പോഴും ലൈവാക്കി കൊണ്ടു നടക്കുക. നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ എത്രത്തോളം സംഘടനയ്ക്കെതിരെ ഇവിടെ സംഘടനയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ടും സംഘടനയ്ക്ക് പുറത്തു നിന്നുകൊണ്ടും ആൾക്കാർ സംഘടനയ്ക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതുമായിട്ടൊരു ഫ്ലാഷ് ബാക്കും കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതാണ്ട് ഒരു വർഷത്തിന് മുമ്പ് ഇതുപോലെ ഒന്ന് രണ്ട് സംവാദങ്ങൾ ഉണ്ടായപ്പോൾ ഈ സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ER ജയരാജൻ സ്വമേധയ നമ്മളെ സംഘടനയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതാണ്ട് ഒരു വർഷത്തിൽ കൂടുതലായി അങ്ങനെ ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ കുറേ നാളുകൾ ഗ്രൂപ്പിൽ നിന്നെല്ലാം എക്സിറ്റ് ആവുകയും സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയ സാഹചര്യത്തിൽ അന്നത്തെ ബ്രാഞ്ച് നേതൃത്വം KS മനോജ് ഉൾപ്പെടെയുള്ളവർ, അന്നത്തെ NN ഗിരീഷ് ഉൾപ്പെടെ ജയരാജന്റെ വീട്ടിൽ പോയി സംസാരിച്ച് ഇങ്ങനെ നിങ്ങൾ ഈ അവസാന കാലഘട്ടത്തിൽ നിങ്ങൾ മാറി നിൽക്കരുത്, സംഘടനയുമായിട്ട് വിയോജിപ്പുണ്ടാക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൺവിൻസ് ചെയ്ത് എന്താ പറയാ നമ്മൾ കൂട്ടിക്കൊണ്ട് വന്ന് നമ്മൾ കൂടെ നിർത്തിയതാണ്. നമുക്ക് അന്ന് വേണമെങ്കിൽ അന്ന് പോണ വഴി പോകട്ടെ എന്ന് പറയാമായിരുന്നു. ശരി, നീ പോയതല്ലേ, നീ സ്വമേധയ പോയതല്ലേ, നീ അങ്ങ് പോവും, ഇനി നീ കൂടണ്ടെന്ന് നമുക്ക് പറയാമായിരുന്നു. എന്തിനാ നമ്മളിതിപ്പോ ചെയ്തത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ജയരാജൻ എന്ന ഇത്രയും കാലം സംഘടനയോടൊപ്പം നിന്ന് ഈ അവസാന കാലഘട്ടത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്നുള്ള ഒരു താല്പര്യത്തിന്റെ പുറത്താണ് നമ്മളത് ഒന്ന് ചെയ്തത്. ഇപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കുക? അന്ന് അത് ചെയ്തത് വേണ്ടായിരുന്നു. അന്ന് അത് ചെയ്യാൻ താല്പര്യപ്പെടുത്തവരെ കൊണ്ട് പോലും അല്ലെങ്കിൽ അത് ചെയ്തവരെ പോലും കൊണ്ടും അന്ന് അത് ചെയ്യാതിരുന്നെങ്കിൽ ഈ വിവാദങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ സാഹചര്യങ്ങൾ മാറി. ശരിക്കും ആരുടെ ഭാഗത്താണ് തെറ്റ്? വീണ്ടും നമ്മുടെ കൂടെ നിർത്താൻ ശ്രമിച്ച നമ്മുടെ നേതൃത്വത്തിന്റെ ഭാഗത്താണോ, അതോ സംഘടന ഇത്രയും ഒക്കെ ആയ നിലയ്ക്ക് പുറത്താക്കിയ തീരുമാനമെടുത്ത നേതൃത്വത്തിന്റെ പുറത്താണ്? ഇതല്ല, അത് തെറ്റായിപ്പോയി എന്ന് പറയുകയും ഇപ്പോഴും അതിനെ വിമർശിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഭാഗത്ത് എന്താണ് ന്യായം? സംഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ സങ്കീർണമായ ഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാം സംഘടനയ്ക്ക് വിള്ളലുണ്ടാകും. ഇപ്പോൾ ഈ ഏറ്റവും ഒടുവിലുണ്ടായ സംഭവം ഇതുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ പറയേണ്ടി വരും. ദീപരാജിന്റെ കമ്പൽസറി റിട്ടയർമെന്റ് ഓർഡർ മാസങ്ങൾക്ക് മുമ്പ് എൻക്വയറി
മേജർ പെനാൽറ്റി ഷീറ്റ് കൊടുക്കുകയും എൻക്വയറി കണ്ടക്ട് ചെയ്യുകയും ഇതെല്ലാം നടത്തി എൻക്വയറി റിപ്പോർട്ട് എല്ലാം സമർപ്പിച്ച് എന്താ പറയുക എംപ്ലോയി കുറ്റക്കാരനാണെന്ന് വിധി എഴുതി അവിടെ വെച്ചിരിക്കുന്ന സാധനമാണ് മാസങ്ങൾക്ക് മുമ്പേ. എന്തുകൊണ്ടാണ് ഇപ്പോൾ നടപ്പിലാക്കിയത്? നമ്മൾ മാത്രമല്ല, ഈ സംഘടനയ്ക്കുള്ളിലെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സസൂക്ഷ്മം വീക്ഷിക്കുന്ന അധികാരികളുമുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ മുമ്പിൽ കുറെ കസേരകളുണ്ട്, അവിടെ വന്ന് ഇതിനെ പുറകിലേക്ക് അത് നമ്മൾ വീക്ഷിക്കേണ്ടതുണ്ട്. ഈ ആശയക്കുഴപ്പം നമ്മുടെ ഇടയിലുണ്ടെന്ന് മനസ്സിലാക്കി ആ തക്കം പാർത്തിരുന്ന അധികാരികളാണ് ഇപ്പോൾ ദീപരാജന് ഇതിന്റെ നടപടികൾ എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ തന്നെയാണ്. അവർക്കറിയാം നമ്മളുടെ സംഘടന എന്ന് പറയുന്നതും സംഘടനാ ബലം എന്ന് പറയുന്നതും വെറും ആൾക്കൂട്ടമായി മാറി എന്നൊരു തോന്നൽ. ഇപ്പൊ നമ്മൾ ഇന്നലെ പ്രതിഷേധം സംഘടിപ്പിച്ചപ്പോൾ നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു. ആ ആൾക്കൂട്ടത്തിൽ ഒതുങ്ങും എന്നൊരു തോന്നൽ ഇപ്പോൾ അവർക്കുണ്ട്. കഴിഞ്ഞ കുറെ കാലത്തെ പ്രവർത്തനങ്ങൾ സിനഡി ആയിട്ട് സംസാരിക്കുമ്പോൾ ഒന്ന് രണ്ട് വട്ടം അദ്ദേഹം പ്രത്യക്ഷത്തിലും പരോക്ഷമായി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി. അതായത് 50% പാതി പേര് പോലും PR എടുത്തില്ലല്ലോ, നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്നവർ ഇത്രയേ ഉള്ളൂ എന്ന് സിനഡി ഒളിഞ്ഞും തെളിഞ്ഞും പലവട്ടം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ബാക്കി പത്രമാണ് ഇപ്പോൾ ദീപരാജനുള്ള നടപടി. നമുക്കിത് വിടാൻ പറ്റുമോ? നമുക്കിങ്ങനെ ദീപരാജാണ് പോട്ടെ എന്ന് വിചാരിക്കാൻ പറ്റുമോ? എന്ത് കാരണം കൊണ്ട് ഒരു തൊഴിലാളിയെ പിരിച്ചുവിട്ടുകൊണ്ട് ഇതുപോലെ ഒരു കാടത്തമായ നടപടിക്കെതിരെ നമുക്ക് പ്രതിഷേധിക്കാൻ കഴിയും? ഇപ്പോഴും പ്രതിഷേധത്തിന് സംഘടനയുടെ ആഹ്വാനം കാത്തിരിക്കുകയാണ് ആൾക്കാർ പ്രതിഷേധിക്കാൻ. എന്താണ് പറയേണ്ടത്? ഓരോരുത്തരും പേരെടുത്ത് വിളിച്ച് പറയണം, നീ അത് ചെയ്യ്, നീ ഇത് ചെയ്ത് പറഞ്ഞാലേ ഞാൻ പ്രതിഷേധിക്കൂ. എൻ്റെ കൂട്ടത്തിലുള്ള ഒരാൾ സഹപ്രവർത്തകനാണ് ഇന്ന് ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്നത്, നമ്മുടെ പുറത്തിരിപ്പുണ്ട് ആള്. ആ ഒരു വികാരം നമുക്ക് ഉണ്ടാകണ്ടേ? അതിന് ഇനി സംഘടന പറയണോ എന്തൊക്കെ ചെയ്യണമെന്ന്? നമ്മൾ പറയുന്നുണ്ട്, മനസ്സിലാക്കാവുന്ന ഭാഷയിലെല്ലാം പറയുന്നുണ്ട്, ചെയ്യാവുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം ചെയ്യണം. നമ്മൾ വെറുതെ ആൾക്കൂട്ടം ഉണ്ടാക്കി ഇംഗ്ലാവ് വിളിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അത് വേണ്ടെന്നല്ല, അത് വേണം. അതിൻ്റെ ഒപ്പം തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടാകണം. ഈ പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ ഇതുപോലെ അവർ വീണ്ടും വിചാരം ഉണ്ടാവുകയുള്ളൂ. ഇന്നലെ നമുക്കറിയാം, ഇപ്പൊ ഈ കേവലം ഈ തെക്കേ അറ്റത്ത് കിടക്കുന്ന തിരുവനന്തപുരം ഡിവിഷനിൽ ഒരു എംപ്ലോയിയെ പിരിച്ചുവിട്ടപ്പോൾ ഇന്ത്യയിൽ ആകമാനം പ്രതിഷേധങ്ങൾ ഉയർന്നു. നിങ്ങൾ കണ്ടുകാണും ഫോട്ടോസും കാര്യങ്ങളെല്ലാം. മൺസാർ അതിനെ അഖിലേന്ത്യാ വ്യാപകമായി വ്യാപിപ്പിച്ചു അതിന് പ്രതിഷേധം. ഈ ദീപരാജിനെ അറിയാത്തവരോ തിരുവനന്തപുരം ഡിവിഷനെ പറ്റി അറിയാത്തവരുണ്ടാവില്ല. എന്നിരുന്നാൽ പോലും അത്രത്തോളം ബോധ്യമില്ലാത്ത ഡിപ്പോയിൽ വരെ ഇന്നലെ പ്രതിഷേധം നടന്നു. നിങ്ങൾ കണ്ടോ? TPJ ഡിവിഷനിൽ ഇന്നലെ പ്രതിഷേധം നടന്നു കണ്ടോ? TPJ ഡിവിഷനിൽ ALRC എന്നൊരു സംഘടന ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ കുറെ കാലമായിട്ട്. അവിടെ നിർജീവമായിരുന്നു. അവിടെ ഒരു പ്രതിഷേധം ഇന്നലെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രതിഷേധം വളരെ മോശമായി പോയി. അപ്പോൾ നമ്മൾ ആ പ്രതിഷേധത്തിലേക്ക് വരണം. ഇനി എങ്ങനെയൊക്കെ പ്രതിഷേധിക്കാവുന്നത് ഇതെല്ലാം നമ്മൾ പറഞ്ഞു തരണമെന്നാണ് ഇന്നിപ്പോൾ ഒരാൾ പറഞ്ഞത്. എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കണം. അത് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ മോണിറ്റർ ചെയ്യണം. പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. ഇന്നലെ തന്നെ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. വാക്കി ടോക്കിങ് ഷണ്ടിങ് ഒഴിവാക്കണം. ആരെങ്കിലും ചോദിക്കുമോ വാക്കി ടോക്കിങ് ഷണ്ട് ചെയ്യാത്ത എന്താന്ന് എന്തുകൊണ്ടാണ് ചോദിക്കുമോ? ആർക്കെങ്കിലും ഇതിനെ ചാർജ് ഷീറ്റ് തരും, നടപടി എടുക്കുമോ, വിശദീകരണം ചോദിക്കും. ഇത് അവര് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഷണ്ടിങ്ങിന് വാക്കി ടോക്കി ഉപയോഗിക്കരുതെന്ന് അധികാരികൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അത് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇനി ആഹ്വാനം നടത്തണം. ഒഫിഷ്യേറ്റിംഗ് ചെയ്യാൻ ശരിക്കും നമ്മൾ ഈ നോൺ കോപ്പറേഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ ആദ്യത്തെ ആയുധം നമ്മുടെ കയ്യിലിരിക്കുന്നത് ഈ ഒഫിഷ്യേറ്റിംഗ് ആണ്. ഒഫിഷ്യേറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ പലർക്കും സന്ദേഹം അപ്പോൾ വരും. അത് ആദ്യം LPG ആണോ ചെയ്യേണ്ടത്, LPP ആണോ, LPMന് ചെയ്യാമോ, LPPക്ക് മെയിൽ വർക്ക് ചെയ്യാമോ, അങ്ങനെ പല പല സംശയങ്ങളാണ്. എന്തുകൊണ്ട് എൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലെ MS രാജീവ് എനിക്കൊരു ഫോട്ടോ അയച്ചു. എനിക്കൊന്നും അത് ഗ്രൂപ്പിലൊന്നും ഇട്ടില്ല എന്ന് തോന്നുന്നു. ഞാനും പല തിരക്കിനിടയ്ക്ക് ഞാൻ ഇന്ന് ശരിക്കും ഇന്ന് രാവിലെ അത് വായിച്ചു. ഒന്നുമല്ല, ദീപരാജിനെ പുറത്താക്കിയ നടപടി വന്നപ്പോൾ എന്നെ എൻ്റെ ഡെസിഗ്നേഷൻ പ്രകാരം ബുക്ക് ചെയ്താൽ മതി എന്ന് MS രാജീവ് അവിടെ എഴുതി കൊടുത്തു. CCRC കിട്ടുന്നുണ്ടോ? ഞാനത് എൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിച്ചു. എനിക്ക് തോന്നുന്നു രാജീവിനോട് ആരെങ്കിലും പറഞ്ഞിട്ടല്ല. നമുക്കതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുമ്പോഴേ അധികാരികൾക്ക് വീണ്ടും വിചാരം ഉണ്ടാവും. ഇന്നലെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ലൈനിൽ ഓപ്പൺ ലൈൻ ഉണ്ടാവുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഡിസ്ലൊക്കേഷൻ ഹൈലൈറ്റ് ആവുകയും ചെയ്തെങ്കിൽ അവർ ചിന്തിച്ചേനെ ഇത് ദീപരാജിന്റെ കൊടുത്ത ഇതാണ് നമ്മൾ പറയാതെ തന്നെ അവർക്ക് മനസ്സിലാവും. അവരത് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല.
അപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് മറുപടി എന്താ, അതിന് പകരം നമ്മുടെ ആൾക്കാരിൽ തന്നെ ഒരു ഭയം ഉണ്ടാവുകയാണ്. 8 മണിക്കൂറിൽ റെസ്പ്ലെയിൻ ചെയ്യാമോ, അല്ലെങ്കിൽ 9 മണിക്കൂർ കഴിഞ്ഞ ഒരാളെ തിരിച്ചു വിട്ടിരിക്കുകയാണ്, 9 മണിക്കൂർ റെസ്റ്റ് ചെയ്യുക, അപ്പം നാളെ എനിക്കും അത് ബാധിക്കപ്പെടും. കഴിഞ്ഞ കുറേ കാലത്തെ പ്രവർത്തനങ്ങൾ എടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഒരു ചാർജ് ഷീറ്റ് കിട്ടി, ഒരു 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 വണ്ടി വന്ന് അടുത്ത വണ്ടി വർക്ക് ചെയ്യില്ല എന്ന് പറയുന്നത് ബന്ധപ്പെട്ട് ഒരു ചാർജ് ഷീറ്റ് കിട്ടിയാൽ പിന്നെ ആ വഴിക്ക് പോകുന്നു, ആ പണി പിന്നെ രണ്ടാമത് ചെയ്യില്ല. കാരണം എനിക്ക് ചാർജ് ഷീറ്റ് കിട്ടി, അതിലിപ്പോൾ എന്താ ഒരു പരിഹാരം സംഘടന തീരുമാനം എടുക്കാതെ എന്താ? ഇതാണ് ചോദ്യം. ഞാനിത് ആരെയും കുറച്ച് പറയുന്നതല്ല, സ്വാഭാവികമായിട്ട് ബലഹീനതകളുള്ളവരാണ് എല്ലാവരും, ഈ സംശയങ്ങളും ഇതെല്ലാം ഉണ്ടാകും. പക്ഷെ ഇങ്ങനെ കൂട്ടായ, ഇത് ഒരാൾ ചെയ്യുമ്പോഴാണ് ഇത് ഒറ്റപ്പെടുന്നത്, കൂട്ടായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. പഴയ തലമുറകൾ ഉണ്ടാക്കി വെച്ച, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന കുറേ ആനുകൂല്യങ്ങൾ കുറേ പഴയ തലമുറക്കാർ കൂട്ടായി, ഒറ്റയ്ക്കും കൂട്ടായും വാങ്ങിക്കൂട്ടിയ കുറേ പണിഷ്മെന്റുകളുടെയും ചാർജ് ഷീറ്റുകളുടെയും പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ ചില ആനുകൂല്യങ്ങളായി അനുഭവിക്കുന്നത്. നമ്മൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമ്മളും അതിന് തയ്യാറാകും. അതിനാരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. കൂട്ടായ പ്രവർത്തനം. ഞാൻ ഈ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് എന്താ പറയുക, ഒഴിഞ്ഞു മാറുകയല്ല ചെയ്യേണ്ടത്, ഞാൻ മുന്നിട്ട് ഇറങ്ങുകയും ചെയ്യും. ഞാൻ ചെയ്യുമ്പോൾ 4 ആൾ ചെയ്യാൻ തയ്യാറാവും. അവൻ ചെയ്യുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ചെയ്യാതിരിക്കാൻ 10 പേര് കാണും. പക്ഷെ ഒരാൾ ചെയ്താൽ വേറെ 4 പേരെങ്കിലും കൂടെ ചെയ്യും. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പ്രതിഷേധങ്ങൾ ഉണ്ടാകണം. ദീപരാജിന്റെ കേസിൽ തീരുമാനം ഉണ്ടാകുന്നവരെ ഇനി സുഗമമായി വണ്ടി ഓടിക്കാൻ അധികാരികളെ അനുവദിക്കരുത്. ആരോ ഗ്രൂപ്പിൽ പറഞ്ഞ പോലെ നമ്മുടെ സീനിയർ ഡിയെ ഉറങ്ങാൻ വിടരുത്. ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കണം ഇനി അങ്ങോട്ട്. ഈ തീരുമാനം നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട സമയമാണ്. സംഘടന തീരുമാനങ്ങൾ ഉണ്ടാവില്ലെന്ന് പറയുന്നില്ല. പക്ഷെ ആ തീരുമാനങ്ങൾക്ക് അപ്പുറം ഇത് നമ്മുടെ സഹപ്രവർത്തകരാണ് ഈ പിരിച്ചുവിടപ്പെട്ടത്. ഇന്ന് ജോലിയില്ലാതെ പുറത്തിരിക്കുന്നത് നമ്മുടെ സഹപ്രവർത്തകരാണ്. നാളെ എൻ്റെയും അവസ്ഥ ഇതാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. അല്ലാതെ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയാൽ ആരോ സൂചിപ്പിച്ച പോലെ അടിമയെ പോലെ പണിയെടുക്കാനേ നമുക്ക് ഇനി കഴിയും. പ്രതിഷേധങ്ങളില്ല ഇല്ലെങ്കിൽ അടിമകളെ പോലെ പണിയെടുത്ത് മുന്നോട്ട് പോകേണ്ട സാഹചര്യം നമുക്കുണ്ട്. ഞാൻ അതുമായിട്ട് ഇനി കൂടുതൽ പറഞ്ഞ് സമയം ധരിപ്പിക്കുന്നില്ല. ഇത് ആ ഗൗരവം മനസ്സിലാക്കി, വിഷയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഈ വിഷയത്തിലുള്ള പ്രതിഷേധങ്ങൾ ഓരോരുത്തരുടെയും ഭാഗത്ത് ഉണ്ടാകണം എന്ന് ആശംസിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്ന് ഈ കൺവെൻഷൻ, ഞാൻ ഈ വിഷയങ്ങളെ പറ്റി ഒന്നും കടന്നില്ല, കാരണം ഇനിയും നമുക്ക് സംസാരിക്കാൻ ആളുകളുള്ളതുകൊണ്ടാണ്. ഈ സമ്മേളനം, ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ LND വൈസ് പ്രസിഡന്റ് ക്ഷണിച്ചുകൊണ്ട്